ഞാനേ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല എങ്കിൽ പോലും ശ്രീ ജയ ജോർജ് ഞാൻ അറിയാണ്ട് ചോദിക്കുന്നതാണ്, അറിയാണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നതാണ്. നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലെയറാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസന്റെ അഭാവത്തിൽ പല പ്രശ്നങ്ങളും പല വിവാദങ്ങളും ഉയർന്നിരുന്നു. ഈ രഞ്ജി ടീമിൽ സഞ്ജു ഉണ്ടാകണമായിരുന്നു എന്ന് KC ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിന്റെ അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ഷുഡ് പ്ലേ ആണല്ലോ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പൊ അദ്ദേഹം ഇഞ്ചുറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് രഞ്ജി ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുമനുസരിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് അന്നൊരു വിവാദം ഉണ്ടായത് അതെല്ലാവർക്കും അറിയാം. അവിടെ സഞ്ജു സാംസന്റെ കഴിവോ അല്ലെങ്കിൽ സഞ്ജു സാംസൺ വന്ന് ബാറ്റിൽ നെറ്റ്സിൽ പ്രൂവ് ചെയ്തിട്ടല്ലല്ലോ ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ കേരള ടീമിലോ എടുക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ അഭാവം ആ ഒരു എന്താ പറയാ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. അതും അതൊരു ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എല്ലാവർക്കും ബാധകമാണ്. അതിപ്പോ അദ്ദേഹത്തിനും ബോധ്യമായല്ലോ. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇനിയുള്ള കാര്യങ്ങളിൽ ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യും. ക്യാമ്പ് അറ്റൻഡിന് എന്തിനാണ്? അത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അവിടെയുള്ള ജൂനിയർ പ്ലേയേഴ്സിന് എത്ര ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇപ്പൊ ഷോൺ റോജർ ഉണ്ടായിരുന്നു, ആപ്പിൾ ടോം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇമ്രാനോ അല്ല. ആ ഒരു ക്യാമ്പില് സഞ്ജു സാംസന്റെ പ്രസൻസ് പ്ലേയിങ് ഗ്രൗണ്ടിൽ മാത്രമല്ലല്ലോ, ടീമിന്റെ മൊത്തം. അദ്ദേഹം ക്യാപ്റ്റനും കൂടിയാണ്. അപ്പൊ അത് ഓക്കെ, അദ്ദേഹം വിവാദമൊന്നും പറഞ്ഞില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞോ KC പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെന്നോ KC തടഞ്ഞു അദ്ദേഹം പറഞ്ഞില്ലല്ലോ. നാട്ടുകാരും സെക്രട്ടറിക്ക് എന്താ പറയുന്നത്? അല്ല, അതല്ല, നമ്മള് ഇപ്പൊ ഈ ജൂനിയർ കുട്ടികളെ തന്നെ വന്നത് എന്തിനാണ്? അവർക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് നിൽക്കുന്ന പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുമായിട്ട് ചെയ്യുമ്പോൾ നാളെ നമുക്ക് ഈ വന്നിരിക്കുന്ന ഒരു 30 പേരിലോ 32 പേരിന്ന് നമുക്കൊരു 3 നല്ല ഇതുപോലുള്ള നമുക്ക് രഞ്ജി ട്രോഫി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ കളിക്കാൻ 3 പ്ലേയേഴ്സ് വന്നാൽ മതി. ഇതിന്ന് അവർ പഠിക്കാനായിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ നിൽക്കുമ്പോൾ ഇവരുടെ അടുത്ത് എന്നും വൈകിട്ട് ഈ മാച്ച് കഴിഞ്ഞിട്ട് എന്താണ് മാച്ചിൽ ഇപ്പൊ ഈ പിള്ളേരുടെ അടുത്ത് നിങ്ങൾ നോക്കിയാൽ അവരുടെ കയ്യിൽ പേപ്പറാണ് എന്ന് ഡെയിലി നിങ്ങൾ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവർ പെൻസിലും ഒരു പേപ്പർ കൊണ്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മാച്ചിൽ നിന്ന് എന്താണ് അത് ഒരു എന്താണ് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാം. അപ്പൊ അത് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് ഈ സീനിയർ പ്ലേയേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ജൂനിയേഴ്സ് മനസ്സിലാക്കണം. മാതൃകയാവണം സീനിയർ പ്ലേയേഴ്സ് എന്നുള്ള, പ്രത്യേകിച്ചും ഇന്റർനാഷണൽ ലെവലിൽ കളിച്ച താരങ്ങൾ അല്ലേ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താങ്ക് യു സോ മച്ച് ശ്രീ ജയേഷ് ജോർജ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്, ഒപ്പം സെക്രട്ടറി വിനോദ് കുമാറാണ് നമ്മളൊപ്പം ചേർന്നത്.